ഒരുപാട് സിനിമാക്കാരുമായി സൗഹൃദമുണ്ടായിരുന്നെങ്കിലും സിനിമയുടെ തട്ടകത്തിൽ ഇടം നേടാനുള്ള പരിശ്രമമൊന്നും കിത്തോ നടത്തിയിരുന്നില്ല. എന്നിട്ടും ഇദ്ദേഹം സിനിമയുടെ ഭാഗമായി മാറി. ആദ്യ അവസരത്തിൽ തന്നെ ചലച്ചിത്ര രംഗത്ത് ശ്രദ്ധേയമായ 2 വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കാനുള്ള ഭാഗ്യമാണുണ്ടായത്. പത്രത്തിൽ വരയ്ക്കാൻ തുടങ്ങിയ ആ കാലഘട്ടത്തിൽ സിനിമാ മാസികകളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഈ സിനിമാ മാസികകളിലും ഇങ്ങനെ വരയ്ക്കുന്നതിനിടയിൽ ഒരുപാട് സിനിമാക്കാരായിട്ട് പരിചയപ്പെടാൻ സാധ്യതയായി. അങ്ങനെ IV ശശിയായിട്ട് പരിചയപ്പെടാൻ വളരെ ഒരു നല്ല സന്ദർഭമുണ്ടായി. IV ശശിയായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും IV ശശി കാറ്റ് വിതച്ചവൻ എന്ന ഒരു ചിത്രം ഒരു ഫാദർ സുബിക്ക് വേണ്ടിയിട്ട് സംവിധാനം ചെയ്ത് IV ശശി പേര് വയ്ക്കാതെ ആ പടത്തിന് വേണ്ടിയിട്ട് പബ്ലിസിറ്റി, പത്രങ്ങളിലേക്കുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് IV ശശി കുറേ സ്റ്റില്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഓഫീസിൽ വരികയുണ്ടായി. അപ്പോൾ ഓഫീസിൽ പുള്ളി വന്ന് ഞങ്ങളൊക്കെ ആയിട്ട് വളരെ പരിചയമായി അടുപ്പമായി. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ ഒരു AJ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെട്ട് അദ്ദേഹം ഒരു പടം പിടിക്കാനായിട്ട് താല്പര്യപ്പെട്ട് മാത്യു വരാകേട്ടൻ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് വഴി കുര്യാക്കോസ് സിനിമാ രംഗത്തേക്ക് വന്നു. അപ്പോൾ സിനിമാ രംഗത്തേക്ക് വന്നപ്പോഴത്തേക്കും അതിനൊരു ഡയറക്ടർ വേണം, മറ്റു ചുറ്റുപാടുകളൊക്കെ അടുപ്പിച്ച് കൊടുക്കാനായിട്ട് എനിക്ക് ആ സമയത്ത് സാധിച്ചു. ആ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടറായിട്ട് IV ശശി എന്നെ സജസ്റ്റ് ചെയ്ത്. അങ്ങനെയാണ് ഞാൻ ആ പടത്തിൻ്റെ ആർട്ട് ഡയറക്ടറായത്. ഞാൻ വാസ്തവത്തിൽ ആർട്ട് ഡയറക്ഷൻ എന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ലായിരുന്നു. IV ശശിയുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ആർട്ട് ഡയറക്ഷൻ വാസ്തവത്തിൽ ഞാൻ ആ പടത്തിൽ ആർട്ട് ഡയറക്ഷൻ പഠിക്കുകയായിരുന്നു. അങ്ങനെ ആർട്ട് ഡയറക്ഷൻ ചെയ്ത് പടം കംപ്ലീറ്റ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും IV ശശി പറഞ്ഞ് എന്നാൽ അതിൻ്റെ പബ്ലിസിറ്റിയും കൂടി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് സിനിമ പോസ്റ്റർ ഡിസൈനിങ്ങും കലാസംവിധാനവും ആ ഒരു പടം, ആ പടത്തിൻ്റെ പേര് ഈ മനോഹര തീരം എന്നായിരുന്നു. ആദ്യ സിനിമയിലൂടെ തന്നെ കിത്തോ തന്നിലെ കലാകാരനെ സിനിമാക്കാർക്ക് മുന്നിൽ തിളക്കത്തോടെ അവതരിപ്പിച്ചു. അവിടുന്ന് അങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ തിരക്ക് പിടിച്ച സിനിമാകാലം ആരംഭിക്കുകയായിരുന്നു. മലയാളത്തിലെ ഹിറ്റ് സിനിമകളിൽ പല സിനിമകളുടെയും ആദ്യ ചർച്ചകൾക്ക് വേദിയായിരുന്നത് ഇദ്ദേഹത്തിന്റെ എറണാകുളത്തെ ഓഫീസായിരുന്നു. കേരളത്തിലെ കോടമ്പാക്കം എന്ന പേരുകൂടി ഉണ്ടായിരുന്നു കിത്തോയുടെ ആ ഓഫീസിന്. ഈ മനോഹര തീരം എന്ന ആ പടം റിലീസായതിന് ശേഷം കുറച്ച് ഈ ജോൺ പോള്, കലൂർ ഡെന്നീസ്, സെബാസ്റ്റ്യൻ പോള്, AR മുകേഷ്, അങ്ങനെ കുറേ ആളുകൾ, ഇതിന് കൂടാതെ SN സ്വാമിയും അവിടെ ഓഫീസിലേക്ക് വരുമായിരുന്നു. അങ്ങനെ മൊത്തം ഓഫീസ് ഒരു സിനിമ അന്തരീക്ഷത്തിലായി. എറണാകുളത്തെ ഒരു കോടമ്പക്കമാണ് കിത്തോയുടെ ഓഫീസ് എന്നൊരിക്കൽ ഒരു ലേഖനത്തിൽ കുറിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് തികച്ചും ശരിയായിരുന്നു. അവിടെ ഈ സിനിമ ആയിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്ക് പടം പിടിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വന്ന് അന്വേഷിക്കും എല്ലാവരും. അങ്ങനെ ഈ ആളുകളെല്ലാം അവിടെ നിന്ന് ആ സിനിമയുടെ ഒരു അന്തരീക്ഷം അവർക്കത് എല്ലാവർക്കും ആ ഒരു രംഗത്തേക്ക് വരുന്നതിന് ഈ ഓഫീസ് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പോസ്റ്റർ ഡിസൈനിങ് രംഗത്തേക്ക് ഇദ്ദേഹം കടന്നു വരുമ്പോൾ ആ മേഖലയിൽ മറ്റു പലരും ഉണ്ടായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് കിത്തോ അവരെയെല്ലാം പിന്തള്ളി 1ാം സ്ഥാനക്കാരനായി മാറി. പോസ്റ്ററുകളിൽ വിപ്ലവകരമായ പല പരിഷ്കാരങ്ങളും വരുത്തി ഇദ്ദേഹം കേരളത്തിൽ ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി ഒരു ഡിസൈനർ സ്റ്റുഡിയോ തുടങ്ങിയ ആളും കിത്തോയാണ്. അക്കാലത്ത് പിന്നെ പ്രിൻറ്റിങ് വിഭാഗത്തിൽ ഒരു വലിയ മാറ്റം വന്നു. ലെറ്റർ പ്രസ് പ്രിൻറ്റിംഗ് ആയിരുന്നു അന്ന് അതിനു മുമ്പ് ഒക്കെ കേരളത്തിലുണ്ടായിരുന്നത്. ഈ ഓഫ്സെറ്റ് പ്രിൻറ്റിങ് വന്നതോടുകൂടി ബ്ലോക്കിൻ്റെ ആവശ്യം പ്രിൻറ്റിങ്ങിന് ഇല്ലാതായി. ബ്ലോക്കിൻ്റെ ആവശ്യമില്ല. ഡിസൈൻ സ്ട്രെയിറ്റായിട്ട് പ്രിൻ്റ് ചെയ്യുന്ന രീതിയാണ് ഓഫ്സെറ്റ് പ്രിൻറ്റിങ്. നമ്മളൊരു ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ അത് ബ്ലോക്ക് എടുത്ത് കൊടുക്കുന്ന ഏർപ്പാടായിരുന്നു പണ്ടെല്ലാം. അപ്പോൾ പണ്ടൊക്കെ മദ്രാസിൽ പബ്ലിസിറ്റി ചെയ്യുന്ന ആളുകൾ കുറച്ച് ഡിസൈൻ ഉണ്ടാക്കി അത് ബ്ലോക്കാക്കി ആ ബ്ലോക്കുകളാണ് ഈ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അയച്ചു കൊടുക്കുന്നത് പരസ്യത്തിന് വേണ്ടി.
അങ്ങനെ വന്നതോടുകൂടി എറണാകുളത്തുള്ള എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും വർക്കുകൾ എന്നെ ഏൽപ്പിക്കാൻ തുടങ്ങി. അത് എനിക്കൊരു വലിയ ഗ്രിപ്പായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആ കാലത്ത് കേരളത്തിൽ ആദ്യമായിട്ട് ആ ഒരു ഡിസൈൻ സ്റ്റുഡിയോ ഇങ്ങനെ തുടങ്ങുകയും സിനിമ പരസ്യങ്ങൾക്ക് ആവശ്യമായ ലേഔട്ടുകൾ ആദ്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എൻ്റെ ഓഫീസ് വഴിയായിരുന്നു.